في
ജീവിക്കുവാൻ വേണ്ടിയാണത്. നിങ്ങൾക്ക് വേണ്ടി ഭൂമിയെ മെത്തയും ആകാശത്തെ മേൽക്കൂരയുമാക്കി തരികയും ആകാശത്ത് നിന്ന് വെള്ളം ചൊരിഞ്ഞ് അത് മുഖേന ഭക്ഷിക്കുവാനുള്ള കായ്ക്ക
തരികയും ചെയ്തു നാഥന്. അതിനാൽ ഇതെല്ലാം മറഞ്ഞുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിന് സമന്മാരെ ഉണ്ടാക്കരുത്. നമ്മൾ ഓർക്കണം, മദ്യപാനം, വ്യഭിചാരം, വിഗ്രഹാരാധന എന്നിവളാൽ സാംസ്കാരികമായും നിരക്ഷരത, ദരിദ്രം, യുദ്ധം, അടിമത്തം എന്നിവളാൽ സാമൂഹികമായും മതപതിച്ചിരുന്ന പേർഷ്യൻ ഉൾക്കടലിനും ചെങ്കടലിനും അറബിക്കടലിനുമിടയിൽ സ്ഥിതി ചെയ്യുന്ന അറേബ്യയിലേക്ക് സ്നേഹത്തിന്റെ സന്ദേശവും ഈമാനിന്റെ വെളിച്ചവുമായാണ് നമ്മുടെ അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വന്നത്. ചിതറിക്കിടക്കുന്ന ജനങ്ങളെ വിശ്വാസത്തിലെടുത്ത് ഈമാനിന്റെ വെളിച്ചം അവരുടെ മനസ്സിലേക്ക് ഒരു മഴയായി പെയ്ച്ച അള്ളാഹുവിന്റെ പ്രവാചകൻ ലോക ചരിത്രത്തിൽ ഒരു പുതിയ വെളിച്ചം പകർന്നു. എന്നാൽ എന്തുകൊണ്ട് ഇന്നത്തെ മനുഷ്യർ ഇങ്ങനെ അധപതിച്ചു എന്ന് നമ്മൾ ചിന്തിക്കണം. ഭൗതിക ആവശ്യങ്ങൾക്ക് വേണ്ടി മതകാര്യങ്ങളെ മാറ്റി നിർത്താൻ നമ്മൾ എന്തുകൊണ്ട് തയ്യാറാകുന്നു? കൊച്ചുകുട്ടികളായ നമ്മൾ പോലും എങ്ങും പതിയിരിക്കുന്ന കഴുകൻ കണ്ണുകളെ ഭയക്കേണ്ട ഗതികളിലാണ്. ഇതിനെതിരെ പ്രവർത്തിക്കാൻ നമുക്ക് മുസ്ലിം സഹോദരങ്ങൾക്ക് സാധിക്കും. ഇതിനായി പ്രവർത്തിക്കാൻ നമ്മളെല്ലാവരും സജ്ജമാകണം. സ്നേഹത്തിന്റെയും സന്മാർഗത്തിന്റെയും ഈമാനിന്റെയും ഏകദൈവ വിശ്വാസത്തിന്റെയും വെളിച്ചം എല്ലായിടത്തും പകർത്താൻ നമുക്ക് കഴിയും എന്ന ശുഭ പ്രതീക്ഷയോടെ നന്മ നിറഞ്ഞ നല്ല നാളെയുടെ പ്രവർത്തനങ്ങളിൽ എന്നും നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാക്കി ഉറപ്പ് നൽകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം.